കാവിലെ ചക്കര മാവിലെ കാക്കാച്ചി പെണ്ണിനു കല്യാണം. തന്നില്ലേ കൊല്ലുവന്നല്ലേ പറയണ്ടേ? ഇതെങ്ങനെയാ നിന്റെ മീനാകുന്നേ? ആ പ്ലാവെല്ലാം കണ്ട് വീണ് എനിക്ക് കിട്ടിയതായത്. എടീ കാക്കച്ചി, ഇത് ഫ്രഷ് മീനല്ലേ? ഇത് ആരെങ്കിലും തിന്നിട്ട് ഇതിന്റെ വേസ്റ്റ് ഇട്ടെങ്കിലല്ലേ നിനക്ക് തിന്നാൻ പറ്റൂ. തിന്നുന്നോണ്ടാ ഇവിടെ ഇത്രയെങ്കിലും വൃത്തിക്ക് കിടക്കുന്നത്. നിങ്ങളെ പൂച്ചേനേക്കാളും വൃത്തിയുള്ളവരാ ഞങ്ങള്, അറിയാവോ? ഓ, അതിന് വെറുതെ ചുമ്മാ പറയുന്നു. ഏതേലും കാക്കയുടെ ചെളി പറ്റി കണ്ടിട്ടുണ്ട്? അതില്ല. മിക്ക പൂച്ചകളും ഒന്നെങ്കിൽ രാമൻ കുഴഞ്ഞ് അല്ലെങ്കിൽ മണ്ണും ചെളിയും പിടിച്ച് വൃത്തിയില്ലാതെയാ നടക്കുന്നത്. അയ്യോ, ഒരു വൃത്തിക്കാരി വന്നിരിക്കുന്നു. എടേ, നീയൊക്കെ കാക്കക്കുളി അല്ലേ കുളിക്കുന്നേ? പിന്നെ കാക്ക കുളിക്കുന്നതിന് മുന്നേ എന്നാ വിളിക്കണം? സീമ്പാത്തൊന്ന് വിളിക്കണം. അതെ, ഞങ്ങള് പെറ്റ. അതീ വഴിവക്കത്ത് കുറെ പൂച്ച കുഞ്ഞുങ്ങളെ കണ്ട് മനസ്സിലായി. എന്തോന്നു? നിങ്ങള് പെറ്റാന്ന്. അതല്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാരും ഓമന പേല വിളിക്കുന്നെന്ന്. ചക്കി പൂച്ചേ, പുssy പുssy, മീട്ടു പൂച്ചേ, അങ്ങനെ ഓരോരോ പേരിലാ ഞങ്ങള് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങളെ കണ്ട എല്ലാരും ഒരുപോലെ അല്ലേ പറയൂ? അതെനിക്കറിയാം. പോകാക്കെ അവിടുന്ന്. എന്നിട്ട് കല്ലും എടുത്തെറിയും. എങ്ങനെ നിന്നെയൊക്കെ കല്ലെടുത്തെറിയാതിരിക്കും? തുണി കഴുകി വയലോട്ട് വിരിച്ച അന്നേരം എവിടെ നേരം പറന്നു വന്ന് അതിന്റെ മോളി വന്നിരിക്കും. ടാങ്ക് നിറഞ്ഞ് വെള്ളം പോയാലോ അന്നേരം അത് ഓടി കുടിക്കാൻ വരും. മാത്രമാണോ ഈ വീട്ടിൽ സർവ്വജലവും വരുത്തുന്നത് നിങ്ങൾ കാക്കകളാ. എന്ത് ചെയ്യുന്നോ? ദേ, നീ ആ കദളിവാഴയുടെ ചോട്ടിൽ ഇരുന്നോണ്ട് ഈ വിരുന്ന വിളിക്കലല്ലേ നിങ്ങളുടെ സ്ഥിരം പരിപാടി. എന്നിട്ടോ ലഡു, ജിലേബി, മിക്സർ എന്നുകൊണ്ട് എന്തുമാത്രം പൈസ മുതലാളിക്ക് ചെലവാന്നറിയാവോ? സാധനങ്ങളൊക്കെ മേടിക്കുന്നോണ്ട് അതിന്റെ മിച്ചം നിനക്കും കൂടെ കിട്ടുന്നില്ലേ? അപ്പൊ പിന്നെ ആ വർത്താനം പറയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളോട് ആർക്കും ഒരു താല്പര്യവും ഇല്ല. ആര് പറഞ്ഞു താല്പര്യം ഇല്ലെന്ന്? ഈ കല്ലെടുത്തറിയുന്നോണ്ട് വീട്ടുകാര് മുഴുവൻ നേർന്ന് കൈ കൊട്ടി എന്നെ വിളിക്കും. ഞങ്ങള് വന്നില്ലെങ്കിലേ അവന്റെയൊക്കെ സമാധാനം പോകും. അതെപ്പോ? അടിയന്തരത്തിന്. എന്തൊക്കെയാണേലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു വിലയില്ല. ആര് പറഞ്ഞ വിലയില്ലെന്ന്? എന്നാ എന്നോട് പറ. ഐ ലവ് യുന്നോ? അല്ല, കാക്കത്തൊള്ളായിരം എത്രയാന്ന്? ആ, ഇതാ ഞാൻ പറഞ്ഞ വിലയില്ലെന്ന്. അങ്ങനെ പറയില്ല. സ്വന്തം നാടിനോട് കൂറുള്ളവരാ ഞങ്ങള്. എവിടെ ചെന്നാലും മലയാളത്തിലെ ഞങ്ങള് തരും. പിന്നെ കൂലൊക്കെ കൂന്ന് കൂന്നത് തമിഴിലായിരിക്കും അല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ആ ഡിമാൻഡ്. ഞങ്ങള് പല ടൈപ്പിലുള്ളത് അറിയാവോ? മലേഷ്യൻ ക്യാറ്റ്, ബോംബെ ക്യാറ്റ്, സോമാലി ക്യാറ്റ്, അങ്ങനെ എന്തുമാത്രം വെറൈറ്റികളാണെന്നറിയാവോ? എന്നിട്ട് എന്താ എന്തേലും ചെയ്ത കള്ളിപ്പൂച്ചെന്നല്ല എല്ലാരും. അതൊക്കെ ഞങ്ങൾ കാക്കകള് റോയൽ ഫാമിലിയാ മോനെ. കവികൾ വരെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. അതെ, ആ കവിയുടെ പേനായ പേപ്പർ എടുത്ത് നിങ്ങൾ കൂടെ ഉണ്ടാക്കി കാണും. അതാ വന്ന് കൂടെ ഇവിടെ എറിഞ്ഞിടാൻ. മോനെ അധികം കളിയാക്കല്ലേ. അധികം വെളച്ചെടുത്താലേ എന്റെ തലയ്ക്ക് മോളി വട്ടം വിട്ട് പറന്ന് എന്റെ തല ഞാൻ കാര്യം സാധിച്ചിട്ടു. അങ്ങനെ എങ്ങാൻ നീ ചെയ്തു പോയിട്ടുണ്ടല്ലോ, നീ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം നിന്റെ വഴിയെ വിലങ്ങൻ ചാടി നിന്റെ യാത്ര ഞാൻ മുടക്കും. ഓരോ വീട്ടിലും വലിഞ്ഞു കയറി ചെന്ന് അവർ ഓടിച്ചു വിട്ടാലും പോകാതെ നാണം കെട്ട് നോക്കി നിന്ന് പറ്റിക്കൊടുക്കാറില്ലേ? നാണുണ്ടോ? അങ്ങനെയാണേലെന്താ, ഞങ്ങൾക്ക് ഉടമസ്ഥരം ഉണ്ടാകുമല്ലോ. ഉണ്ടാവും, പക്ഷെ ആരാന്ന് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അതൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് സമ്മറിൻ ബത്ലഹേമിലെ പൂച്ചയുടെ ഉടമസ്ഥനാരാന്ന് പറ. അതാ ശിവമലയിലോട് പോയി ചോദിക്കും. പുള്ളിക്കാരനെ അറിയാമെങ്കിൽ ഇപ്പൊ സെക്കൻഡ് പാട്ടിരിക്കാം. പിന്നെ ഇവിടുത്തെ സാറ് പുതിയ വിഗ് മേടിക്കുവാണെ പറയണേ. അതെന്തിനാ? കൊത്തിക്കൊണ്ട് പോയി മാട്രസ് ആന്ന് പറഞ്ഞ് പിള്ളേർക്ക്. എന്റെ സാറിനെ തോണ്ടാൻ വന്നാണ്ടല്ലോ, മീശ പിരിച്ച് പേടിപ്പിക്കും ഞാൻ. മീശയോ? ആ, ലാലേട്ടന്റെ മീശ കഴിഞ്ഞാലേ പിന്നെ ഏറ്റവും നല്ല മീശ ഞങ്ങളതാ. ഇതാണോ പറഞ്ഞ മീശ? 4 വരെ ഇട്ട ബുക്കിന്റെ പേജ് പോലെ പഠിച്ചോട്ടെ. അങ്ങനെ വലിയ ആളൊന്നും കളിക്കണ്ട കേട്ടോ. നീ വലിയ പുള്ളി കളിക്കാൻ വന്നാലേ
ഞാൻ അയ്യപ്പന്റെ അമ്മയ്ക്ക് പിടിച്ചു കൊടുക്കും. നിന്നെ അവർ കാത്തി നോക്കിയിരിക്കുക. എന്തിന്? നീ അവര് ചുട്ട നെയ്യപ്പല്ലാണ് കടലെടുത്തറിയില്ല അതിന്. അയ്യോ ഞാൻ ശരിക്കും ഞാൻ കടലിലല്ല എറിഞ്ഞത്. ആ നെയ്യപ്പെല്ലാം കൂടെ എടുത്ത് ഞാൻ കടയിട്ട് വിൽക്കുക ചെയ്തത്. ആരാണ്ട് പറഞ്ഞില്ലേ മാറിപ്പോയതാന്നേ. ആ എന്തായാലും ശരി, നിന്നെ കണ്ടാൽ അവര് കൊണ്ടുപോകും. ഒന്ന് പോടാ. നീ ഇക്കാരണം സർക്കാരിന് എത്ര രൂപയാ നഷ്ടം? ഞങ്ങൾ എന്ത് നഷ്ടം ഉണ്ടാക്കിയെന്നാ? മിക്ക സ്ഥലത്തും കാട്ടുപൂച്ച കണ്ട് പുലിയാന്ന് പറഞ്ഞ് എയർഫോഴ്സും ഫോറസ്റ്റും നാട് മൊത്തം തപ്പി എത്ര കാശാ കളയുന്നു? അത് ഞങ്ങളുടെ ഇടയിലെ മിമിക്രിക്കാര് പൂച്ചകളാ. അവര് വല്ല വികക്ഷവും കഴിഞ്ഞ് വന്നപ്പോഴായിരിക്കും നാട്ടുകാര് കണ്ടത്. കാണിച്ചാൽ എന്താ, എല്ലാ മിമിക്രിക്കാരും തുടങ്ങുന്നത് കാക്കയിലും പൂച്ചയിലും ഒക്കെ. പിന്നെ നമുക്ക് ചെയ്താൽ എന്താ കുഴപ്പം? ആ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിന്റെ സൗണ്ട് ഭയങ്കര സ്ക്രാച്ച് അല്ലേ? അയ്യോ അത് കേൾപ്പിക്കല്ലേ. ആ ഞങ്ങളെ ഒരു സങ്കടമാ. വേറെ കുറെ വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്ത് വിഷമം? ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നവരാ ഞങ്ങള്. അതെങ്ങനെ? കുയില വന്ന് മുട്ട ഇട്ടിട്ട് പോകും. പിള്ളേരെ വളർത്തി വലുതാക്കി കഴിയുമ്പോഴോ ആകാശദൂതിലെ ക്ലൈമാക്സ് പോലെ ഓരോരുത്തരും ഓരോ വഴിയെ പോകും. ചെയ്യാത്ത കുറ്റത്തിൽ കൊച്ചു പിള്ളേർ ശാപം ഞങ്ങൾക്ക് കിട്ടും. ശാപോ? ആ വീട്ടിലുള്ള വലിയ ആൾക്കാര് പിള്ളേരുടെ പാപ്പ എടുത്ത് തിന്നും. എന്നിട്ട് പിള്ളേർ ജയിക്കുമ്പോഴോ ഈ മുതുക്കന്മാര് പറയും അയ്യോ കാക്ക കൊണ്ടുപോയി. അതെങ്ങനെ? ഉരുള ഇറക്കി വെച്ചിട്ട് പിള്ളേരുടെ അമ്മമാരെ പറയില്ലേ ദേ കാക്ക മുട്ടാന്ന്. അപ്പോഴല്ലേ തിന്നാറ്. നീ ആ പാവ അയ്യപ്പന്റെ അമ്മയുടെ നെയ്യപ്പം തട്ടിപ്പറിച്ചോലേ. ഇത് തട്ടിപ്പറിക്കാൻ നോക്കണ്ട മോളെ. നിന്നെ കഴിഞ്ഞ ആരോഗ്യം എനിക്കാ കൂടുതൽ. നിനക്കായിരിക്കും ആരോഗ്യം കൂടുതൽ, പക്ഷെ ബുദ്ധി എനിക്കാ. കലത്തില് വെള്ളത്തില് കല്ലിട്ട് വെള്ളം കുടിച്ച ടീമുകളാ ഞങ്ങൾ. അത്ര ബുദ്ധിയുള്ള നിങ്ങൾ എന്നാലും പിന്നെ ലൈവ് കമ്പിയാ കയറി പിടിക്കുന്നേ. നീ അതൊക്കെ വിട്. നീ മീൻ കഴിക്കാൻ വലിയ ആഗ്രഹമല്ലായിരുന്നു, നീ തന്നെ അങ്ങ് കഴിച്ചോ. ആ അങ്ങനെ വഴിക്കുവാ. അല്ലടാ പൂച്ച, നിനക്കല്ലേ കഴിഞ്ഞ മൃഗോത്സവത്തിന് ആക്ഷൻ സോങ്ങിന് ഫസ്റ്റ്? അതെ അതെ. അതേതായിട്ടാടാ? അത് ഞാനിപ്പോ കാണിക്കാം. അയ്യോ ഇതൊന്ന് പിടിച്ചേ. നീ അവിടെ കളിച്ചോണ്ടിരുന്നോ? ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. അയ്യോ കള്ള കാക്കേ. പറ്റിച്ചേ. മക്കളെ നിങ്ങൾക്ക് പൂച്ചയാണോ ഇഷ്ടപ്പെട്ടെ അതോ ഈ കാക്കേനെയാണോ ഇഷ്ടപ്പെട്ടെ? കാക്കയ്ക്കാണ് ഇവിടെ ഫാൻസ്. പക്ഷെ ഈ പൂച്ച ഉണ്ടല്ലോ നല്ല പ്രായമുള്ള പൂച്ചയാ. അപ്പൂപ്പന്റെ പ്രായമുണ്ട് ഈ പൂച്ചക്ക്. പക്ഷെ ഇത് ക്യൂട്ട് പൂച്ചനെ വീട്ടിൽ കൊണ്ടുപോകണം ആർക്കേലും? ആർക്കും കൊണ്ടുപോകണം. പേരെന്നാ കുഞ്ഞിന്റെ പേരെന്നാ? മഞ്ജിമ. മഞ്ജിമ. പൂച്ചേ മഞ്ജിമയുടെ വീട്ടിലൊരു 2 ദിവസം ഞാൻ പോവാം. പൂച്ച എങ്ങനെയായിരുന്നു? കാക്കയെടുത്ത് നോക്കി സമ്മതിക്കൊന്ന്. ഈ പൂച്ചനെ കൊടുത്തു വിട്ടോട്ടെ. ആ അപ്പൊ എന്തായാലും കാക്കേനെ പൂച്ചനെ നിങ്ങക്ക് ഇഷ്ടായി. ഇത് ശരിക്കും മുത്തശ്ശന്റെ പേരക്കുട്ടിയാണ്, കൊച്ചുമോളാണ്. ഒരാളും കൂടെ ഉണ്ട്. ഈ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കലാകാരനാണ്. മാർഗംകളി എന്താണെന്നറിയോ? മാർഗംകളി മാർഗംകളിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ മാഷാണ്. മാഷിന്റെ പേരക്കുട്ടിയാണ് ഇത് കുഞ്ഞാറ്റ മാത്രമല്ല, കുഞ്ഞാറ്റിനൊരു ബ്രദറും ഉണ്ട്, ഉണ്ണിക്കുട്ടൻ. ഇന്നെന്തെറ്റി? ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്യും? അവൻ പരീക്ഷയുടെ തയ്യാറെടുപ്പ്. ഓന്റെ ദൈവമേ, അല്ലെങ്കിൽ അവനായിരുന്നു മീൻ ചെയ്യേണ്ടത്. അതെ മീൻ ഉണ്ടാക്കി അവൻ മീനിന്റെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഇവിടെ ഒന്ന് കിടന്നേനെ. എന്തായാലും ഇഷ്ടായില്ലേ? എന്നാ നല്ലൊരു കൈയടി കൊടുത്തേ ഇവർക്ക്. ഓക്കെ, ഒരു താങ്ക്സ് പറഞ്ഞോ. താങ്ക് യു. യെസ് ശ്വേത ചേച്ചി. കുഞ്ഞാറ്റ ഇന്നത്തെ സ്റ്റാർ. ബിക്കോസ് എന്ത് അസാധ്യമായിട്ട് ഇത്രയും വലിയൊരു ലൈൻസും ഡയലോഗും വലിയ വലിയ വാക്കുകൾ അതൊക്കെ മോളെ നന്നായി അസാധ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ചേച്ചി ഇന്നത്തെ മെയിൻ എങ്ങാനും കുഞ്ഞാറ്റായാൽ ഈ കിരീടം എവിടെ കൊണ്ടുവയ്ക്കും? കാക്കകളുടെ രാജാവായിരിക്കും എങ്കിൽ. അല്ല കാക്കേനെയും പൂച്ചനെയും കറക്റ്റ് ഡീറ്റെയിൽ എടുത്ത് നന്നായിട്ട് ചെയ്ത് കേട്ടോ. അത് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് പണ്ടൊക്കെ കേട്ട ആ കാക്കയുടെ തലയുടെ പൂഷൻ ഇതല്ലേ ഇങ്ങനെ ചെരിഞ്ഞു നിന്ന് കഴിഞ്ഞാ അതെ കറക്റ്റ് അങ്ങനെ. അതറിഞ്ഞില്ലേ, ഇത് കവലിയൂരിന്റെ 2ാമത്തെ ഷർട്ടാണ്. മാഷ് പറഞ്ഞ് കുഞ്ഞാറ്റന്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങാം. കവലിയൂരിന്റെ അടുത്ത് കൊച്ചുപോയി ഇങ്ങനെ അനുഗ്രഹം വാങ്ങിച്ച് കൊക്കിളോടി എന്തായാലും ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ പെർഫോമൻസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി കാക്കയ്ക്കും പൂച്ചയ്ക്കും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നോക്കണ്ടേ? അതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാം. പറഞ്ഞു ചേച്ചി. ഇങ്ങനത്തെ ഒരു അപ്പൂപ്പൻ അല്ലാതെ അമ്മൂമ്മ അല്ലാതെ അങ്ങനെ ഒരു ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യമാണ് അല്ലേ പേരക്കുട്ടികൾക്ക്. ഇവിടെ ഒരുപാട് അമ്മൂമ്മമാരും എന്താ പറയുക അപ്പൂപ്പൻ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ വേദിയിൽ. അപ്പൊ അവർക്കും ഒരു പ്രചോദനമായിട്ട് നിങ്ങളൊരു മാതൃകയാണ് മാഷേ.
ഓൾ കേരള ഗ്രാൻഡ് പാരന്റ്സ് ഫാൻസ്. ഓ അതുപോലെ തന്നെ പൂച്ചയുടെ മേക്കപ്പ് നല്ലായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള പൂച്ച. പൂജയുടെ മേക്കപ്പ് നല്ലതായിരുന്നു, ഡാൻസ് നല്ലതായിരുന്നു, പെർഫോമൻസ് നല്ലതായിരുന്നു, ഇടയ്ക്കൊരു മിയാവ് മിയാവും കൂടി ഇടായിരുന്നു. അതൊക്കെ ടെൻഷനായി പോയി. കാരണം ആ ഇന്നലെ കിടക്കുന്നിടം വരെ കുഞ്ഞാറ്റയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി അത് ഭയങ്കര പനിയായി. ഒരു 1:30 ആയപ്പം മുതൽ പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എനിക്ക് വന്നേ രാത്രി മാഷ് ഈ രൂപത്തിൽ കിടന്ന് പനിയായിട്ട് എന്നെ വിളിച്ച് പിന്നെ ഞങ്ങള് തുണിയൊക്കെ നനച്ചിട്ടു. രാവിലെ 2-3 തവണ വൊമിറ്റ് ചെയ്തു. അയ്യോ. അത് ഇത്തിരി അതായിരുന്നു. പക്ഷേ കുറെ പേർ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പെർഫോമൻസ് വൈസ് കുഞ്ഞാറ്റായിരുന്നു അടിപൊളിയായിട്ട് ചെയ്തത്. അവർക്ക് പിള്ളേർക്ക് ടെൻഷൻ ഇല്ലല്ലോ. ശരിയല്ല, കിടന്ന് ഉരുവുന്ന ഒപ്പുപുരായിരിക്കും. പിള്ളേർക്ക് ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ ഓൾ കേരള ഗ്രാൻഡ് പാരന്റ്സ് ഫാൻസ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ. ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. Yes. ഇവർക്ക് എത്രത്തോളം മീൻ വാങ്ങാൻ പറ്റും എന്നുള്ളത് നോക്കാം. കാക്കേ റെഡിയാണോ? റെഡി. റെഡി, കമോൺ. പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ കിട്ടിയേക്കുന്നത് നോക്കിയേ. ഇതൊന്ന് പറഞ്ഞ എത്രയാന്ന്? 60,000. 16,000 അല്ലേ? അടിപൊളി. അപ്പൊ എണ്ണാനൊക്കെ പഠിച്ചു. ഇനി ശ്വേത ചേച്ചി എടുത്ത് പറയട്ടെ അത് ഇട്ട് തരാൻ. ബോംബെന്ന് വരുവാ അല്ലേ? യെസ് ചേച്ചി. Yes. 16,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യേണ്ടതാ. യെസ്. സന്തോഷായി. ഇഷ്ടം പോലെ മീൻ വാങ്ങാം. നിങ്ങൾ തമ്മിൽ ഒരടി ഉണ്ടാവൂല. ഓക്കെ. ഉണ്ണിക്കുട്ടിന്റെ അടുത്ത് ഞങ്ങളുടെ ഓൾ ദി ബെസ്റ്റ് അറിയിക്കണം. എന്തിനാ എക്സാമിന്? അവക്കും വേണ്ട എക്സാം. ആണോ? എന്താ എക്സാം എന്നാ തുടങ്ങുന്നേ? 18. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ആ ശരി.